ജോണാട്ടാ, 7 മാസത്തിന് ശേഷം നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ മമ്മൂട്ടി വീണ്ടും ക്യാമറകൾക്ക് മുന്നിൽ എത്തുകയാണ്. എയർപോർട്ടിൽ വെച്ചായിരുന്നു മാധ്യമങ്ങൾ ഇങ്ങനെ നമ്മുടെ പഴയ മമ്മൂട്ടിയെ വീണ്ടും അതേ ഊർജ്ജത്തോടെ കാണിച്ചു തന്നത്. എന്താണ് മമ്മൂട്ടിയുടെ പുതിയ സിനിമാ വിശേഷങ്ങൾ? എങ്ങോട്ടായിരുന്നു യാത്ര? അദ്ദേഹം ഈ ചെന്നൈ അടയാറിലെ വീടുണ്ട്. അതായത് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ചെന്നൈയിലാണ്. അന്ന് മദ്രാസിലെ കോടമ്പാക്കത്തേക്കാണ് ആളുകൾ സിനിമാ മോഹമായിട്ട് നേരെ വണ്ടി കയറുന്നത് അങ്ങോട്ടാണ്, കോടമ്പാക്കം. അവിടെ ചെന്നിട്ടാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഒക്കെ ചോദിച്ച ആളുകൾ വന്ന്. മലയാള സിനിമ, തെലുങ്ക് സിനിമ എല്ലാം ചെന്നൈയിലാണ്, മദ്രാസിലാണ്. സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു തലസ്ഥാനം മദ്രാസായിരുന്നു. പിന്നീടാണ് കേരളത്തിലേക്ക് സിനിമ പറിച്ചു നടപ്പെടുന്നതും ഒരർത്ഥത്തിൽ മമ്മൂട്ടി കാരണമാണ്. കാരണം അദ്ദേഹം ചെന്നൈയിൽ നിന്ന് നേരെ സ്ഥിരതാമസനായിട്ട് കൊച്ചിയിൽ വരുന്ന സമയത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രൊജക്റ്റുകളെല്ലാം കേരളത്തിൽ ഷൂട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഷിഫ്റ്റ് ആകുന്നു. അപ്പോൾ അങ്ങനെ പതുക്കെ സിനിമ കേരളത്തിലേക്ക് മാറുകയാണ്, മലയാള സിനിമ. നമ്മൾ ഒരു സിനിമയിൽ ബിഗ് ബി എന്ന് പറയുന്ന സിനിമയിൽ ഡയലോഗ് ഉണ്ടല്ലോ, കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ചെന്നൈ പഴയ ചെന്നൈയല്ല, പക്ഷേ മമ്മൂട്ടി പഴയ മമ്മൂട്ടിയാണ്. അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ഹരമാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഡ്രൈവർ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹമാണ് വണ്ടി ഓടിക്കുന്നത്. മമ്മൂട്ടി ഡ്രൈവർ ആകാൻ അതെ, ഒരു പണിയും ചെയ്യണം. അപ്പോൾ അദ്ദേഹം രോഗാവസ്ഥയിൽ നിന്ന് മുക്തനായതിനു ശേഷം, അതിപ്പോൾ ഒരു 2-3 ആഴ്ച മുമ്പ് നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഷൂട്ടിങ്ങിനായിട്ട് അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാറിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അദ്ദേഹമാണ്. ഡ്രൈവ് ചെയ്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഹൈദരാബാദിലാണ് ആദ്യത്തെ ഷൂട്ട്. 45 ദിവസം മഹേഷ് നാരായണൻ്റെ പടത്തിൽ അഭിനയിച്ചു. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉള്ള ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ്. അപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ്, പേട്രിയറ്റ് എന്നാണ് ആ സിനിമയുടെ പേര്, അഭിനയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു രോഗം ഉണ്ട് എന്ന് കണ്ടെത്തുന്നതും അദ്ദേഹം ചികിത്സയിലേക്ക് പോകുന്നു. കൃത്യമായി പറഞ്ഞാൽ 250 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മളിതിനു മുമ്പ് സിനിമാഭിനയം തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പോലും ക്യാമറയുടെ മുന്നിൽ നിന്ന് ക്യാമറ ഇല്ലാത്ത ഒരു ജീവിതം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അത് കോവിഡ് കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് അതിനൊരു ബ്രേക്ക് വരുന്നത്. പിന്നീട് ഒരു ബ്രേക്ക് ഉണ്ടാകുന്നത് ഇപ്പോൾ അദ്ദേഹം രോഗാവസ്ഥയിലായ സമയത്ത്, വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ കൊണ്ട് ആദ്യമായിട്ടാണ് ഇത്ര ഒരു ബ്രേക്ക് എടുക്കുന്നത്. കാരണം സിനിമയോട് അത്രയധികം അഭിനിവേശമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം ക്യാമറ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് സിനിമയെക്കുറിച്ചാണ് എപ്പോഴും പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. പണ്ട് ഈ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ അന്ന് ഈ VCR എന്നൊക്കെ പറയുന്ന സംഭവം, കാസറ്റ് പ്ലേ ചെയ്തിട്ട് അത് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ റൂമിൽ ചെന്നപ്പോൾ രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ടും ഇതിങ്ങനെ കാണുകയാണ്, ഒരു സിനിമ കാണുകയാണ്. അപ്പോൾ എന്തിനാ ഇത് കുറേ ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പുതിയൊരു പയ്യൻ വന്നിട്ടുണ്ട്, അവൻ ചിലപ്പോൾ നമ്മളെ അടിച്ച് കയറി പൂക്കളെ റഹ്മാൻ. അപ്പോൾ എന്താണ് പുള്ളിയുടെ ഈ റഹ്മാൻ്റെ ഒക്കെ ഒരു ആക്ടിങ് സ്റ്റൈൽ, എന്താണ് അയാൾക്കുള്ള സ്പെഷ്യൽ, എന്തുകൊണ്ട് അയാളെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്നുള്ളത് പുള്ളി പഠിക്കുകയാണ്. അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ പുള്ളി അതിനനുസരിച്ച് പുള്ളി മാറും. ഇപ്പോൾ മമ്മൂട്ടിയായാലും മോഹൻലാലും ഒക്കെ ഇത്രയും വർഷം നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം 80കളിലെ മമ്മൂട്ടിയല്ല 90കളിലെ മമ്മൂട്ടി, 90കളിലെ അല്ല 2000-ലെത്തുമ്പോൾ, 2000-ലെ 2010, അതിനൊപ്പം സഞ്ചരിക്കുന്ന. കാലം മാറുന്നതിനനുസരിച്ച്, സിനിമയുടെ മേക്കിംഗ് മാറുന്നതനുസരിച്ച് അഭിനയത്തിൻ്റെ രീതിയും ശൈലിയൊക്കെ മാറ്റുന്നു. അപ്പം അങ്ങനെ മാറാൻ താല്പര്യമുള്ളൊരു മനസ്സുള്ള നടനാണ് മമ്മൂട്ടി. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം രോഗാവസ്ഥയിൽ നിന്ന് മുക്തനായി തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് നമ്മൾ കണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. അദ്ദേഹം പിന്നെ എപ്പോഴാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നത്? കാരണം ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം സിനിമാഭിനയം താൽക്കാലികമായി നിർത്തിയിട്ട് അദ്ദേഹം പോയത്, ചികിത്സയ്ക്കായിട്ട് പോയത്. അപ്പോൾ എപ്പോഴാണ് അദ്ദേഹം വരുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ആളുകൾക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കാത്തിരിക്കുക. അപ്പോൾ ഇന്നലെ മുഴുവൻ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ നിറയെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും അദ്ദേഹം തിരികെ വന്നു എന്നുള്ള സോഷ്യൽ മീഡിയ നിറയെ വലിയ മീഡിയ കവറേജ് ആയിരുന്നു. പ്രതികരിച്ചില്ലെങ്കിൽ പോലും കൈ കാണിച്ചു, മാധ്യമങ്ങൾക്ക് നേരെ കൈ കാണിച്ച് അദ്ദേഹം പോവുകയായിരുന്നു. അപ്പോൾ മമ്മൂട്ടി തിരികെ വരുമ്പോൾ അദ്ദേഹം പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഈ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, സത്യൻ അഭിനയിച്ച സിനിമയാണ് അനുഭവങ്ങൾ പാളിച്ചകൾ. സത്യനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, സത്യൻ അന്നത്തെ കാലത്ത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ തമിഴ് നാടകത്തിൻ്റെ ഒരു ശൈലിയുണ്ട് മലയാള സിനിമയ്ക്ക്. അതുകൊണ്ടാണ് പഴയ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ ആ കാലഘട്ടത്തിലെ നാടകത്തിന്റെ ഹാങ്ങർ. അന്ന് സിനിമയിൽ ഡെലിവറി ആണെങ്കിൽ ക്യാമറയിൽ കിട്ടണമെങ്കിൽ ഡയലോഗ് ഉറക്കെ പറയണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. പിന്നെ
കുറച്ചുകൂടെ അതിഭാവികത്വം അതിവൈകാരികതയൊക്കെ നിറഞ്ഞ അഭിനയ ശൈലിയായിരുന്നു. പക്ഷെ സത്യൻ അന്ന് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്ന ആളായിരുന്നു സത്യൻ. ഇപ്പൊ സത്യൻ അതുപോലെ നമ്മൾ ശങ്കരാടി ആ കാലഘട്ടത്തിലെ നടന്മാരെയൊക്കെ നോക്കുകയാണെങ്കിൽ ശങ്കരാടി, സത്യൻ, ഇവരൊക്കെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന റിയലിസ്റ്റിക് അഭിനയത്തിന്റെ രാജാക്കന്മാരായിരുന്നു. അതുകൊണ്ടാണ് ആ സത്യൻ മാഷയൊക്കെ ആ ഒരു സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയാണ് അനുഭവങ്ങൾ പാളിച്ചോൾ. അതിലേക്കാണ് ഇദ്ദേഹത്തിന് ഒരു ചെറിയ വേഷം ചെയ്യാൻ വേണ്ടി ഓടി വരുന്ന ഒരു ബഹദൂറിന്റെ കട കത്തിക്കുന്ന സമയത്ത് ഇതറിഞ്ഞിട്ട് ബഹദൂർ ഓടി വരുന്നു. കൂടെ ഓടി വരാൻ വേണ്ടിയിട്ട് 2-3 പേര് വേണം. അതിലൊരാളാണ് ഇദ്ദേഹം. 72-ലാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഷൂട്ടിന് വന്നു നോക്കിയപ്പോൾ സത്യൻ മാഷ് അപ്പുറത്തൊരു വീട്ടിൽ ഒരു ഷെഡിൽ അദ്ദേഹം ഷൂട്ടിന് വന്ന അവിടെ ഒരു ചാക്കൊക്കെ നിരത്തിയിട്ടിട്ട് ആ ചാക്കിന് മുകളിൽ കിടന്നുറങ്ങുകയാണ്. നന്നായി ഉറങ്ങുന്നു, കുറുക്കം വലിച്ചുറങ്ങുകയാണ്. അപ്പോൾ ഇദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് എഴുതും, അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ഒരു വലിയ മഹാനടൻ്റെ അനുഗ്രഹം അദ്ദേഹം അറിയാതെ വാങ്ങിക്കുകയാണ്. അത് കഴിഞ്ഞ് ഷൂട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഈ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് കണ്ണ് തുറന്നു പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തെ മാറ്റാം എന്ന് ഡയറക്ടർ തീരുമാനിക്കാം, നമ്മൾ എന്നെ മാറി നിൽക്ക്, വേറെ ഒരാളെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ രണ്ടും കൽപ്പിച്ച് പിന്നെ ഇദ്ദേഹം കണ്ണൊക്കെ നിറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ ഒരു ചാൻസും കൂടെ കൊടുക്കുന്നു. രണ്ടും കൽപ്പിച്ച് ഇദ്ദേഹം ഓടി വരുന്നു, കണ്ണൊക്കെ തുറന്നു പിടിച്ചിട്ട് ഓടി വരികയാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്ക്രീനിൽ ഇദ്ദേഹത്തെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിനെ അപ്പോൾ കൂട്ടുകാരൊക്കെ അറിഞ്ഞു, കൂട്ടുകാരൊക്കെ ആയിട്ട് പോയി കണ്ട സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ആ ഓട്ടവും ഇദ്ദേഹത്തിൻ്റെ രൂപവും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തമായിട്ട് നമുക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ കൂട്ടുകാരനാണ്, സ്ക്രീനിൽ ഓടി വരുന്നു. പക്ഷെ അവിടെ മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വയം നവീകരിക്കാനുള്ള അല്ലെങ്കിൽ മാറ്റാനുള്ള ത്വരയുള്ള ഒരാളായി ഒരു നടനായി അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ്. സിനിമയ്ക്ക് അനുസരിച്ച് തന്റെ രൂപം പോലും മാറണം എന്നാഗ്രഹിച്ചു. ഇത്രയധികം ആരോഗ്യം സംരക്ഷിക്കുന്ന, ശരീരത്തെ കാത്തു പരിപാലിക്കുന്ന ഒരു നടനില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ലോകത്ത് കിട്ടുന്ന ഏറ്റവും മുന്തിയ ഇനം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സാമ്പത്തിക കഴിക്കാം. പക്ഷെ അദ്ദേഹം അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കുന്നത്, കാരണം ഒരു നടന്റെ ഉപകരണം എന്ന് പറയുന്നത് ശരീരമാണ്. അപ്പോൾ ആ ശരീരത്തെ നന്നായി കൊണ്ടുപോവുക. അതുകൊണ്ടാണ് ഈ 74-ാം വയസ്സിലും ഇപ്പം നമുക്ക് ആ ചിത്രങ്ങളൊക്കെ കാണുമ്പോഴും വീഡിയോ കാണുമ്പോഴും അറിയാം, പഴയതിനേക്കാൾ സുന്ദരനായിട്ടാണ് അദ്ദേഹം തിരികെ വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ത്യൻ സിനിമയിൽ പോലും ഇത്രയധികം ശരീരവും സൂക്ഷിക്കുന്ന മറ്റൊരു നടനുണ്ടാവില്ല. അതെ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ശരീരം സൂക്ഷിച്ചതുകൊണ്ടാണ്, പിന്നെ തുടക്കത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതുകൊണ്ടും ഒക്കെയാണ് ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് റിക്കവറായി തിരികെ വരാൻ പറ്റിയത്. അല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അദ്ദേഹത്തിന്റെ ഒരു പരിധിക്കപ്പുറം ആ പ്രായത്തിലുള്ള ആൾക്കാരെക്കാട്ടി 10 മടങ്ങ് ആരോഗ്യമുള്ള ശരീരം കൂടിയാണ്. അതെ. അത് പല ചിട്ടകൾ കൊണ്ടും വ്യായാമം ഒക്കെ കൊണ്ടാണ് അദ്ദേഹം അത് സാധിച്ചെടുത്തത്. അത് സാധാരണ ആളുകൾക്ക് പറ്റുന്നതല്ല. നമുക്കായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കാണുമ്പോൾ നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അത് അദ്ദേഹം ആ ഒരു രീതി, ഒരു ശീലം ഉണ്ടാക്കിയെടുത്തു. അപ്പം ഒരു നടൻ ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളത് മമ്മൂട്ടിയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ചോ അദ്ദേഹം ചെയ്തു വെച്ച വേഷങ്ങളെക്കുറിച്ചോ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതില്ല. കാരണം എത്രയോ തവണ ആളുകൾ പറയുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അത് നമ്മൾ പിന്നെയും പറയേണ്ടതില്ല. അദ്ദേഹത്തെ പോലെ ഒരു നടൻ തിരികെ വരുന്നു എന്ന് പറയുമ്പോൾ അതൊരാഘോഷമാണ്. കാരണം ഈ ഇത്രയും പ്രായമുള്ള മമ്മൂട്ടിയെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ആ മുഖം നമ്മൾ ഒരിക്കലും മടുക്കുന്നില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ നമ്മൾ ആഘോഷിക്കുന്നു. ഇപ്പോൾ സിനിമ കാണാൻ സാധാരണഗതിയിൽ പോകുന്നത്, ആദ്യത്തെ ദിവസങ്ങളിൽ പോകുന്നത് ചെറുപ്പക്കാരാണ്. പണ്ടും ഇപ്പോഴും ഒക്കെ ചെറുപ്പക്കാരാണ്. ഇപ്പോൾ 74 വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ സിനിമ കാണാൻ ചെറുപ്പക്കാർ തിയേറ്ററിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവർക്കും പിന്നീട് വരുന്ന തലമുറയ്ക്കും ഒക്കെ അദ്ദേഹം ഒരു ലെജൻഡറി ആക്ടർ എന്നുള്ളതിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കിട്ടും എന്നുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ പോകുന്നത്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു പുതിയ സിനിമ വരുന്നു. ആ സിനിമയിൽ ഇതുവരെ കണ്ട മമ്മൂട്ടി ആയിരിക്കത്തില്ല, വേറൊരു മമ്മൂട്ടിയാണ് എന്നുള്ളത് നമുക്കൊരു മനസ്സിൽ. കഴിഞ്ഞ കുറേ അധികം സിനിമകളായിട്ട് സ്ക്രിപ്റ്റ് ആണെങ്കിലും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ ജോട്ട പറയുകയാണെങ്കിൽ ഇതുവരെ കാണാത്ത ഓരോരോ ശൈലികളിൽ, ഓരോ വേഷപ്പകർച്ചകളിൽ മമ്മൂട്ടി എത്തുകയാണ്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുമുണ്ട്. കുറച്ചധികം വർഷങ്ങളായി മമ്മൂട്ടിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത്രയും ഗംഭീരമാണ്. അതെ, നമുക്കിനി മമ്മൂട്ടിയിൽ നിന്ന് വേറെ കാണാനില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു കഥാപാത്രമായി മമ്മൂട്ടി തിരികെ വരും. തിരികെ അദ്ദേഹം വന്നു. അദ്ദേഹം ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ആയിട്ട് നമ്മുടെ മുന്നിൽ നിറഞ്ഞാടുക തന്നെ ചെയ്യും.